ജ്യോതി ബിന്ദു ഈ ശരീരത്തിൽ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്നു. ഞാൻ ഒരു ചൈതന്യ ജ്യോതി ബിന്ദുവാണ്. എൻ്റെ പിതാവ് പരംപിത പരമാത്മാ ജ്യോതി ബിന്ദുവാണ്. രൂപത്തിൽ ബിന്ദുവാണ്, ഗുണങ്ങളിൽ സിന്ധുവാണ്. എൻ്റെ ആത്മീയ പിതാവ് ആത്മീയ കുട്ടിയായ എന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആത്മാഭിമാനി സ്ഥിതിയിലിരുന്ന് ബാബയിൽ നിന്നും ഈ ജ്ഞാനം പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. പതിതമായിരുന്ന ഞാൻ ആത്മാവ് ഇപ്പോൾ പാവനമായിക്കൊണ്ടിരിക്കുകയാണ്. നിരാകാരിയായ ജ്ഞാനസാഗർ ബാബ പരിധിയില്ലാത്ത ജ്ഞാനസമ്പത്ത് നൽകുകയാണ്. രാജയോഗം പഠിപ്പിക്കുകയാണ്. ബാബ സുപ്രീമാണ്, നോളജ് ഫുള്ളാണ്. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം നടക്കുകയാണ്. അതേസമയം പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. ഇത് പരിധിയില്ലാത്ത വിനാശമാണ്, പരിധിയില്ലാത്ത സ്ഥാപനയും. ബാബ മക്കൾക്ക് വേണ്ടി പുതിയ വീടിൻ്റെ സ്ഥാപന ചെയ്യുകയാണ്. അതിനായി എന്നെ തമോ പ്രധാന അവസ്ഥയിൽ നിന്നും സതോ പ്രധാന അവസ്ഥയിലേക്ക് തയ്യാറാക്കുകയാണ്. ബാബ ഭാരതത്തിൻ്റെ ഉദ്ധാരണ
ഉത്ഥാനത്തിൻ്റെയും പതനത്തിൻ്റെയും കഥ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ എനിക്ക് സൃഷ്ടി ഡ്രാമയുടെ ആദി മധ്യം അന്ത്യത്തിൻ്റെ മുഴുവൻ ഡ്രാമയുടെയും അറിവ് ലഭിച്ചിരിക്കുന്നു. ഈ ആത്മീയ ജ്ഞാനത്തിലൂടെ സൃഷ്ടിചക്രം കറങ്ങുന്നതെങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി. എൺപത്തിനാല് ജന്മം പൂർണ്ണമാക്കി പവിത്രമായി ഞാൻ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഈ സൃഷ്ടി പൂർണ്ണമായും പതിതമായപ്പോൾ ഞാൻ പതിത പാവനൻ ബാബയെ വിളിച്ചിരുന്നു. ഈ സൃഷ്ടിയുടെ ഉയർച്ചയും പതനവും ഓരോ കൽപ്പത്തിലും നടക്കുകയാണ്. ഇതിൽ ഭാരതത്തിൻ്റെ പാർട്ട് വളരെ പ്രധാനമാണ്. ആദ്യം ദേവീ ദേവതാ ധർമ്മത്തിലെ ആത്മാക്കൾ പാർട്ട് അഭിനയിക്കാനായി സൃഷ്ടിയിൽ വരികയാണ്. അത് സ്വർഗമായിരുന്നു. സ്വർഗം സമാപ്തമായപ്പോൾ നരകം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് പുതിയ ലോകത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. പഴയ ലോകത്തിൻ്റെ ഡിസ്ട്രക്ഷനും നടക്കുന്നു. പുതിയ ലോകത്തിൽ ദേവീ ഗുണങ്ങളുള്ള ദേവതാത്മാക്കൾ വരുന്നു. ദേവതാത്മാവായ ഞാൻ കമലപുഷ്പ സമാനം പവിത്രമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഈ മൃത്യുലോകത്തിലെ അന്തിമ ജന്മത്തിൽ ഞാൻ പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്.
വികാരങ്ങളുടെ മേലെ വിജയം പ്രാപിച്ച് ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുകയാണ്. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും നടക്കാനുള്ളതാണ്. അതിനു മുമ്പേ പുരുഷാർത്ഥം ചെയ്ത് ഞാൻ പവിത്രമാവുകയാണ്. ബാബ ഈ മുള്ളിൻ്റെ കാടിനെ പുഷ്പങ്ങളുടെ ഗാർഡനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ചൈതന്യ പുഷ്പമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഏത് വേഷത്തിലാണോ അതേ വേഷത്തിൽ തന്നെ അടുത്ത കൽപ്പത്തിലും സൃഷ്ടിയിലേക്ക് വരുന്നു. മമ്മ ബാബയുടെ കുടുംബത്തിലേക്ക് വരുന്നു. ഞാനിപ്പോൾ ഉയർന്ന പദവി പ്രാപ്തി ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. എൻ്റെ മുഖം ഇപ്പോൾ സ്വർഗത്തിന് നേരെയാണ്. വീട്ടിലേക്ക് മടങ്ങാനുള്ള ഈ സമയം വീടിനെ പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പരിധിയില്ലാത്ത പഴയ ലോകത്തിനോട് എനിക്ക് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ഈ പഴയ ലോകത്തിൽ നിന്നും വിടവാങ്ങി ഞാൻ ബാബയുടെ അടുത്ത് പോവുകയാണ്. അതിനായുള്ള പ്രധാന പുരുഷാർത്ഥമാണ് നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഇതെൻ്റെ അർത്ഥസഹിത അവ്യഭിചാരി ഓർമ്മയാണ്. ഞാൻ ബിന്ദു ആത്മാവ്, ബാബ ബിന്ദു. ഞാൻ ബിന്ദു ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണ്. എൻ്റെ വീട് പരമധാമം കൂടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതാണ് ശാന്തിധാമം, നിർവാണധാമം. പിന്നീട് ഞാൻ സുഖധാമത്തിലെത്തുന്നു. സംഖ്യാക്രമമനുസരിച്ച് ആത്മാക്കൾ സുഖധാമത്തിലേക്ക്
എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബ കൽപ്പം മുമ്പേ പോലെ തന്നെ വന്ന് സ്വർഗ സാമ്രാജ്യം നൽകുകയാണ്. ഞാൻ അനേക പ്രാവശ്യം കൽപ്പകൽപ്പത്തിൽ ബാബയിൽ നിന്നും സ്വർഗ സാമ്രാജ്യം പ്രാപ്തി ചെയ്തിരുന്നു. പിന്നീട് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ആത്മാവായ ഞാൻ ഇപ്പോൾ മഹാരഥിയാവാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. മായയുടെ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഇളകാതെ ഉറച്ചു നിൽക്കുന്നതിനായി എൻ്റെ ബുദ്ധിയോഗം ഒരു ബാബയുടെ കൂടെ സദാ ചേർത്ത് വയ്ക്കുകയാണ്. അന്ത്യത്തിൽ ഞാൻ ബാബയുടെ വിജയമാലയിലെ മണിയായി കോർക്കപ്പെടുകയാണ്. വിജയമാലയിലെ മണിയാക്കാനുള്ള പുരുഷാർത്ഥം ബാബ എന്നെ ചെയ്യിപ്പിക്കുകയാണ്. എൺപത്തിനാല് ജന്മത്തിൻ്റെ നാടകം പൂർണ്ണമാകുന്ന ഈ അവസരത്തിൽ ഞാൻ പൂർണ്ണമായും ദേഹി അഭിമാനി ആത്മാവായിരിക്കുന്നു. എനിക്ക് വീട്ടിലേക്ക് മടങ്ങണം. ഞാൻ ബിന്ദു ബാബയുടെ അവ്യഭിചാരി ഓർമ്മയിലിരിക്കുകയാണ്. എൻ്റെ അവസ്ഥ സ്ഥിരമാണ്, അചഞ്ചലമാണ്, ഇളകാത്തതാണ്. ഞാൻ ദേഹി അഭിമാനിയായി സർവ ആത്മാക്കളുടെയും പ്രതി സ്നേഹിയും ശുഭചിന്തക ആത്മാവും ആയിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ
ലയിച്ചിരിക്കുമ്പോൾ ഞാൻ ദുഃഖത്തിൻ്റെ ലോകത്തെ പൂർണ്ണമായും മറക്കുന്നു. ഞാൻ ദേഹി അഭിമാനി ആത്മാവാകുന്നു. ഞാൻ അജൽ അഡോൾ ആത്മാവാകുന്നു. ഞാൻ സദാ സ്നേഹി ആത്മാവാകുന്നു. ശുഭചിന്തക ആത്മാവാകുന്നു. ശുക്രിയ ബാബ. ഓം ശാന്തി.